അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ ചെയ്തത് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അയാൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ടൗണിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ രാത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിചിതനായ ഡോക്ടർ അയാളെ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരെ വരണം. അപ്പോൾ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനും സാമൂഹിക സേവകനൊക്കെ ആകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സേവനത്തിനുള്ള സഹായമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു വയസ്സായ ഒരച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മളിവിടെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടി കണ്ണിൽ മരുന്നൊഴിച്ചു. ഇനി ഒരു 6 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് കണ്ണിന് ചെറിയൊരു ഇരുട്ടുണ്ടായിരിക്കും, ഒരു അവ്യക്തത ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ വേറെ ആളുണ്ടാവും ഞാൻ വിചാരിച്ചു, പക്ഷെ ആരുമില്ല. അപ്പോൾ അവരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പറഞ്ഞേക്കാൻ ഒരു പേടി. അപ്പോൾ നിങ്ങൾ ഇവരൊന്ന് അവിടെ കൊണ്ടുപോയി ആക്കണം അവിടെ നാട്ടിൽ നിന്നാണ്. അങ്ങനെ ഇയാൾ ഇവരെയും കൊണ്ട് പോയി അവിടെ വാഹനത്തിൽ. അങ്ങനെ പോയി അവരുടെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവർക്ക് മക്കളുണ്ട്. ആ മക്കൾ മുഴുവനും വിദേശത്താണ്, വലിയ ജോലിയിലാണ്, വലിയ സൗകര്യത്തിലാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവർ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അവിടെ ഒരു നിസ്സഹായാവസ്ഥയാണെന്ത്. ഒരിക്കലും മക്കളോട് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വരണം എന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ മക്കളിൽ ആരെങ്കിലും കൂടെ അല്ലാതെ ജീവിക്കുക എന്നുള്ളതും ഇവർക്ക് കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ അവർ ചെയ്യണം എന്താ വെച്ചാൽ അവരുടെ തന്നെ പരിസരത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ നിരന്തരമായി വിളിക്കും. അപ്പോൾ അയാൾക്ക് അസൗകര്യമായതുകൊണ്ടാണ് ഇയാൾ വാഹനത്തിൽ പോയിട്ട് വന്നത്. അപ്പോൾ വിളിച്ച് നോക്കുമ്പോൾ അവിടെ വിശാലമായ വീടാണ്, 2 കാർ അവിടെ നിൽക്കുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മയും ഒറ്റക്കാണ് അവിടെ. മക്കളൊക്കെ വളരെ ദൂരെ നാടുകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, ഇവിടെ ഈ മക്കൾക്ക് തോന്നണം എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് വിദേശത്ത് കിട്ടിയാലും ഒന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ കൂടെ വിദേശത്ത് താമസിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മേൻ്റെ കൂടെ നമ്മളിവിടെ ഒന്ന് താമസിക്കാം. അല്ലാതെ ഒരു കാരണവശാലും അച്ഛനെയും അമ്മനെയും ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ലെന്ന് അവർക്ക് തോന്നണം. അതവരോട് ഇവർക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നാളെ അവരുടെ ജീവിത ഭാവിക്ക് അപകടം പറ്റിയാൽ ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടല്ലേ ഞങ്ങളിവിടെ വന്നത് എന്നവർ പറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്ഥിതി നമ്മുടെ മക്കൾക്കുണ്ടായി തീരുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. അപ്പോൾ അള്ളാഹു അതിന് പുറത്തു കൊടുക്കട്ടെ. ചെറുപ്രായമാണ്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം നാട്ടിലേക്ക് വന്നതിനറിയോ, മാതാപിതാക്കളെ പരിചരിക്കാൻ വേണ്ടി നാട്ടിൽ വന്നു. നാട്ടിൽ അദ്ദേഹം ഒരു ജോലി സ്വീകരിച്ചു. അപ്പോൾ അതിനിടയ്ക്കാണ് ചെറിയൊരു വേദനയോ തളർച്ചയോ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് മരണപ്പെട്ടു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ സത്യം എന്താ വെച്ചാൽ തൻ്റെ മാതാപിതാക്കളെ പരിചരിക്കാൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച് വരണം എന്നത് മാതാപിതാക്കൾ പറഞ്ഞിട്ടല്ല അയാൾക്ക് തോന്നിയത്. പിന്നെ അയാൾക്ക് എന്താ തോന്നാൻ കാരണം, തൻ്റെ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്ന നിലക്കാണ് പോകുന്നത്. എത്രയോ പ്രവാസികളും ആളുകളും മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ച് വന്ന ആളുകളുണ്ട്. ഒരിക്കലും മാതാപിതാക്കൾക്ക് അവരെ അത് ഉപദേശിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മാതാപിതാക്കളുമായി അവർക്കുണ്ടായ മാനസികമായിട്ടുള്ളൊരു ബന്ധമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ നാട്ടിൽ തന്നെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ, ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്നത് വളരെയധികം നമ്മൾ പരിശ്രമിക്കണം. പഠനം വിദേശത്താവുമ്പോൾ ജോലിയും അവിടെ മാത്രമേ നടക്കൂ. പിന്നെ വിവാഹം കഴിഞ്ഞ് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത്രയും വിദൂര സ്ഥലങ്ങളിൽ പോയി താമസിക്കുക എന്നുള്ളതൊന്നും മാതാപിതാക്കൾക്ക് പറ്റുന്ന കാര്യമില്ല. അപ്പോൾ മക്കളെ പരമാവധി നാട്ടിൽ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ജോലിയോടുകൂടെ തന്നെ അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നല്ല റിസോഴ്സുകളും മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരുപക്ഷെ അപകടകരമായൊരു ഭാവി ഉണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ ശ്രമിക്കാം. അവരുമായി നമ്മളെ വേർപിരിയാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധം അവരുമായി ഉണ്ടാക്കിയിടുക. തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവരെ കിട്ടും.